എല്ലാവർക്കും എഡ്യു വിത്ത് മീ യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ 8ാം ക്ലാസ് ഫിസിക്സ്, അതായത് ഊർജ്ജതന്ത്രത്തിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്തു ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. കൂടാതെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രദ്ധിക്കുക. ഈ വീഡിയോയിൽ ഇംഗ്ലീഷ് മീഡിയം അതോടൊപ്പം തന്നെ മലയാളം മീഡിയം ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യമായി മലയാളം മീഡിയം ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇംഗ്ലീഷ് മീഡിയം ചോദ്യങ്ങൾ ഇതിന് ശേഷം നൽകുന്നതാണ്. അതിനാൽ ഇംഗ്ലീഷ് മീഡിയം വിദ്യാർത്ഥികൾ വീഡിയോയുടെ അവസാന ഭാഗത്തേക്ക് പോയി ഇംഗ്ലീഷ് മീഡിയം ചോദ്യങ്ങൾ കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. ഇവിടെ മലയാളം മീഡിയം ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് ആദ്യമായി തന്നെ. അപ്പോൾ നമുക്ക് നേരെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. താഴെ പറയുന്നവയിൽ അതിശ അളവ് ഏതാണ്? അതിശ അളവ് ഏതാണ്? വേഗം. വയൽവരമ്പത്ത് നിൽക്കുന്ന ഒരു കുട്ടി തറയെ അപേക്ഷിച്ച് ഡാഷ് ആണ്. ചലനാവസ്ഥയിൽ അല്ലെങ്കിൽ നിശ്ചലാവസ്ഥയിൽ? ആ കുട്ടി നിശ്ചലാവസ്ഥയിലാണ്. ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും യൂണിറ്റുകൾ ശരിയായി രേഖപ്പെടുത്തിയിട്ടുള്ളവ തിരഞ്ഞെടുത്ത് എഴുതുക. എ ഓപ്ഷനായിട്ടുള്ള 37.67 മീറ്റർ, അതോടൊപ്പം തന്നെ സി ഓപ്ഷൻ 10 പാസ്കൽ. കൂട്ടത്തിൽ പെടാത്തത് ഏത് എന്ന് കണ്ടെത്തി എഴുതുക. കിലോഗ്രാം, അതാണ് SI യൂണിറ്റ്, മറ്റെല്ലാം SI യൂണിറ്റ് അല്ല. അടുത്തത് 2 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. അടിസ്ഥാന അളവായ നീളത്തെ ആസ്പദമാക്കി ചുവടെ നൽകിയിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഒന്നാമത്തെ ചോദ്യം, പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളുടെ കനം പ്രസ്താവിക്കുന്നത് ഏത് യൂണിറ്റിലാണ്? ഉത്തരം മൈക്രോൺ. ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എത്ര കിലോമീറ്ററാണ്? 15 കോടി കിലോമീറ്റർ. നിശ്ചലാവസ്ഥയിൽ നിന്നും യാത്ര തിരിച്ച ഒരു വാഹനത്തിൻ്റെ പ്രവേഗം 10 സെക്കൻഡ് കൊണ്ട് 50 മീറ്റർ പെർ സെക്കൻഡ് ആയി മാറിയെങ്കിൽ ത്വരണം എത്രയായിരിക്കും? ത്വരണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് A = V - U/T. ഇവിടെ നിശ്ചലാവസ്ഥയിൽ നിന്ന് തുടങ്ങിയതിനാൽ U = 0. എന്നാൽ അവസാനത്തെ പ്രവേഗം, അതായത് V = 50 മീറ്റർ പെർ സെക്കൻഡ്, അത് ഇക്വേഷനിൽ നൽകുമ്പോൾ 50 - 0/10. അപ്പോൾ ഉത്തരം 5 മീറ്റർ പെർ സെക്കൻഡ്. ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളെ സമപ്രവേഗം, അസമപ്രവേഗം എന്നിങ്ങനെ തരംതിരിക്കുക. ഇവിടെ സമപ്രവേഗത്തിൽ വരുന്നത് തുല്യ സമയ ഇടവേളകളിൽ തുല്യദൂരം ഒരേ ദിശയിൽ സഞ്ചരിച്ച കാറിൻ്റെ ചലനം. അടുത്തത് ശൂന്യതയിലുള്ള പ്രകാശത്തിൻ്റെ സഞ്ചാരം. അടുത്തതായി അസമപ്രവേഗമാണ് പറന്നിറങ്ങുന്ന വിമാനത്തിൻ്റെ ചലനം. അതോടൊപ്പം തന്നെ സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ട് നീങ്ങുന്ന ട്രെയിൻ. അടുത്ത ചോദ്യം, വാഹനങ്ങളുടെ അമിതവേഗം അപകടങ്ങൾ ക്ഷണിച്ചു വരുത്താറുണ്ട്. വാഹനാപകടങ്ങൾ കുറയ്ക്കുക എന്ന അവബോധം സൃഷ്ടിക്കാനായി സ്കൂൾ പരിസരത്ത് സ്ഥാപിക്കേണ്ട ഒരു ബോർഡിലേക്ക് 2 നിർദ്ദേശങ്ങൾ എഴുതുക. അത് ഏത് വേണമെങ്കിലും എഴുതാവുന്നതാണ്. ഉദാഹരണത്തിന് നടപ്പാതയിലൂടെ നടക്കുക, സീബ്ര വരയിലൂടെ നടക്കുക, ട്രാഫിക് നിയമങ്ങൾ അനുസരിക്കുക തുടങ്ങിയ ഏത് നിയമങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അടുത്തത് 9ാമത്തെ ചോദ്യമാണ്. ചിത്രത്തിൽ AB എന്നിവ ഒരു വസ്തുവിൻ്റെ സമവേഗത്തിലുള്ള 2 സഞ്ചാരപാതകളാണ്. ചിത്രം നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ്. ഇവയിൽ ഏത് പാതയിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് വസ്തുവിന് ത്വരണമുള്ളത്? ഉത്തരം സഞ്ചാരപാത B. അടുത്തത്, നിങ്ങളുടെ ഉത്തരം സാധൂകരിക്കുക. എന്തുകൊണ്ടാണ് നമ്മൾ B എന്ന ഉത്തരം എത്തിച്ചേർന്നത് എന്നാണ് ചോദ്യം. സമവേഗത്തിൽ വൃത്തപാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ ദിശ മാറുന്നു, അതിനാൽ സഞ്ചാരപാത B ആണ്. അടുത്തത് 3 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. ഒരേ കോഴിമുട്ട ഗാഢ ഉപ്പുലായനിയിലും ശുദ്ധജലത്തിലും കിടക്കുന്നത് ചിത്രീകരിച്ചിരിക്കുന്നത് നിരീക്ഷിക്കുക. ഇവയിൽ ഏത് ബീക്കറിലാണ് ശുദ്ധജലമുള്ളത്? ബീക്കർ A. നിങ്ങൾ ഈ നിഗമനത്തിലെത്താൻ നിങ്ങളെ സഹായിച്ച കാരണങ്ങൾ എഴുതാനാണ് ചോദ്യം. ഉത്തരം നോക്കാം. ജലത്തിനെ അപേക്ഷിച്ച് ഉപ്പുവെള്ളത്തിന് സാന്ദ്രത കൂടുതലാണ്. സാന്ദ്രത കൂടുതലുള്ള ഉപ്പുവെള്ളത്തിൽ കോഴിമുട്ട പൊങ്ങിക്കിടക്കുന്നു. അതുകൊണ്ട് താണിരിക്കുന്നതാണ് ജലം. ജലത്തിന് സാന്ദ്രത കുറവാണ്. അടുത്തതായി, 2 കാറുകളുടെ സഞ്ചാരപാതകൾ ചിത്രത്തിലേതുപോലെയാണ്? A എന്ന കാർ Pയിൽ നിന്നും Q വഴി Rലേക്കും B എന്ന കാർ Pയിൽ നിന്നും S വഴി Rലേക്കുമാണ് സഞ്ചരിച്ചിട്ടുള്ളത്.
ചോദ്യം നോക്കാം. കാർ എ സഞ്ചരിച്ച ആകെ ദൂരം എത്ര? ഈ കാറിനുണ്ടായ സ്ഥാനാന്തരം എത്ര? ആദ്യമായി എ പറ്റിയുള്ള ചോദ്യമാണ്. നോക്കാം. ഒന്നാമത്തെ ചോദ്യം കാർ എ സഞ്ചരിച്ച ദൂരം എത്ര എന്നാണ്. എ സഞ്ചരിച്ച ദൂരം കിട്ടണമെങ്കിൽ നമുക്ക് പി ക്യൂവും ക്യു ആറും കൂട്ടേണ്ടതുണ്ട്. 500 കൂട്ടണം 600 1100 മീറ്ററാണ്. എന്നാൽ സ്ഥാനാന്തരം നോക്കുകയാണെങ്കിൽ പിയിൽ നിന്നും ആറിലേക്കുള്ള ദൂരമാണ്, ഇത് 1000 മീറ്ററാണ്. അപ്പോൾ കാർ എ സഞ്ചരിച്ച ദൂരം 1100 മീറ്ററും കാറിനുണ്ടായ സ്ഥാനാന്തരം 1000 മീറ്ററുമാണ്. അടുത്തതായി കാർ ബി സഞ്ചരിച്ച ആകെ ദൂരം എത്ര? ഈ കാറിനുണ്ടായ സ്ഥാനാന്തരം എത്ര? കാർ ബി സഞ്ചരിച്ച ആകെ ദൂരം പിയിൽ നിന്നും എസിലേക്കും എസിൽ നിന്ന് ആറിലേക്കുമാണ്. അപ്പോൾ 2 കൂടി കൂട്ടുമ്പോൾ 600ഉം 400ഉം കൂട്ടുമ്പോൾ 1000. സ്ഥാനാന്തരം നോക്കുമ്പോൾ പിയിൽ നിന്നും ആറിലേക്ക് തന്നെയാണ്, അപ്പോൾ 1000 മീറ്റർ. ഇത് സ്ഥാനാന്തരവും ദൂരവും തുല്യമാണ്. ഏതുതരം ചലനത്തിലാണ് ഒരു വസ്തു സഞ്ചരിച്ച ദൂരത്തിൻ്റെയും സ്ഥാനാന്തരത്തിൻ്റെയും അളവുകൾ തുല്യമാകുന്നത്? വസ്തു നേർരേഖയിൽ ചലിക്കുമ്പോൾ പ്രവേഗത്തിൻ്റെയും വേഗത്തിൻ്റെയും അളവ് തുല്യമായിരിക്കും. അതുകൊണ്ട് ദൂരവും സ്ഥാനാന്തരത്തിൻ്റെയും അളവുകൾ തുല്യമാകുന്നു. അടുത്ത ചോദ്യം. വ്യാപ്തത്തിൻ്റെ SI യൂണിറ്റ് മീറ്റർ ക്യൂബാണ്. ഇതിനെ വ്യുൽപ്പന്ന യൂണിറ്റ് എന്ന് വിളിക്കുന്നതിന് കാരണമെന്ത്? ഉത്തരം നോക്കാം. നീളത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റിനെ ആസ്പദമാക്കിയാണ് വ്യാപ്തത്തിൻ്റെ യൂണിറ്റ് പ്രസ്താവിക്കുന്നത്. അതിനാൽ വ്യാപ്തം ഒരു വ്യുൽപ്പന്ന യൂണിറ്റാണ്. സമയത്തിൻ്റെ SI യൂണിറ്റ് എഴുതുക. ഇത് സോളാർ ദിനവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? സമയത്തിൻ്റെ SI യൂണിറ്റ് സെക്കൻഡാണ്. ഒരു ശരാശരി സോളാർ ദിനത്തിൻ്റെ 1/86,400 ഭാഗമാണ് ഒരു സെക്കൻഡ്. ABC കോളങ്ങൾ അനുയോജ്യമായി യോജിപ്പിക്കാനാണ് ചോദ്യം. ഉത്തരം നോക്കാം. എയിൽ സാന്ദ്രത എന്നത് മാസ് ബൈ വ്യാപ്തമാണ്. അതിൻ്റെ യൂണിറ്റ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. അടുത്തത് പ്രവേഗത്തിന് എങ്ങനെ കാണാമെന്ന് നോക്കിയാൽ സ്ഥാനാന്തരം ബൈ സമയം, അതിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്. അടുത്തതായി ത്വരണം എങ്ങനെ കണ്ടുപിടിക്കാം? പ്രവേഗമാറ്റം ബൈ സമയം, അതിൻ്റെ SI യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇതോടെ മലയാളം മീഡിയം ചോദ്യം ഇവിടെ അവസാനിക്കുന്നു. അടുത്തതായി ഇംഗ്ലീഷ് മീഡിയം ചോദ്യങ്ങളാണ്. 8ാം ക്ലാസ് ഫിസിക്സിലെ ഇംഗ്ലീഷ് മീഡിയം ചോദ്യങ്ങളാണ് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് കടക്കാം. ചൂസ് ദ സ്കെയിലാർ ക്വാണ്ടിറ്റി ഫ്രം ദി ഫോളോയിങ്. ആൻസർ സ്പീഡ്. ദ ചൈൽഡ് ഈസ് സ്റ്റാൻഡിംഗ് ഇൻ എ ഫീൽഡ്. വിത്ത് റെസ്പെക്ട് ടു ദ ഗ്രൗണ്ട് ദ ചൈൽഡ് ഈസ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ മോഷൻ. ആൻസർ ഈസ് റെസ്റ്റ്. പിക്ക് ഔട്ട് ദ കറക്റ്റ് representations of units from the following data. Answer A 37.65 meter and C 10 Pascal. Which of the following does not belong to the group? Answer kilogram. 2 mark questions. Based on the fundamental physical quantity length, write down the answers to the following questions. In which unit the thickness of plastic carry bags expressed? Answer is microns. How many kilometers make one astronomical unit? 15 kilometer. What is the acceleration of a vehicle which started from rest and acquired a velocity of 50 meter per second in 10 seconds? Here initial velocity u equal to 0 and final velocity v equal to 50 and t equal to 10. How to find the acceleration? The equation is v minus u by t. Putting the values 50 minus 0 by 10. 50 by 10 equal to 5 meter per second. Classify the following situations into motion of uniform velocity and non-uniform velocity. Uniform velocity: a car that covered equal distance in equal intervals of time along a straight line and light propagating through vacuum.
And the examples of non-uniform velocity are landing of an aeroplane, a train starting and moving out of the station. Overspeed of vehicles result in accidents. Write 2 messages to be written on an awareness board in your school premises to minimize road accidents. Some examples are here. Speed thrills but kills. Better late than never. Picture A and B shows 2 paths covered by a body with uniform speed. The questions are, through which path does the body travel with an acceleration? The answer is path B. Justify your answer. Path B, body travels with uniform velocity in the circular path but its direction changes continuously. Then the body travel with an acceleration. 3 mark questions. The following pictures depicts the position of X in pure water and brine solution. Which beakers contains pure water? Beaker A contains pure water. Write down the reasons for arriving at this answer. Egg has high density than pure water, hence the egg sink in pure water. Next question. The paths of 2 cars are shown below. Car A started from P and reached R through Q, and car B started from P and reached R through S. What is the total distance covered by the car A? What is its displacement? The distance covered by the car A is PQ plus QR, that is 500 plus 600, that is 1100. And the displacement is P2R, that is 1000 meters. Next question. What is the total distance covered by car B? What is its displacement? Here PS plus SR, that is 400 plus 600 equal to 1000 meters, and the displacement is P2R, that is also 1000 meters. In which type of motion does the magnitude of distance traveled by an object and its displacement become equal? When the body travels along a straight line in the same direction, the magnitude of its distance and displacement will be equal. The SI unit of volume is meter cube. Why it is called a derived unit? The unit of volume is stated using the fundamental unit of length, hence the volume is derived unit. What is the SI unit of time? How it is related to solar day? The SI unit of time is second. 1 second is 1 by 86,400 part of an average solar day. Next question. Suitably match the terms given in columns A, B and C. Density equal to mass by volume, and the SI unit is kilogram per meter cube. Velocity, the equation is displacement by time, and its SI unit is meter per second. Acceleration, change in velocity by time, and its unit is meter per second square. ഇതോടെ ചോദ്യങ്ങളിവിടെ അവസാനിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.